ഹായ് എവ്രി വൺ. കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കുള്ള ഫോക്കസ് പോയിന്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് അവരുടെ 11ാമത്തെ ചാപ്റ്ററും അതുപോലെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ വരുന്ന 8ാമത്തെ ചാപ്റ്ററുമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പലതരത്തിലുള്ള നെറ്റ്വർക്കുകൾ കേട്ടിട്ടുണ്ട് അല്ലെ? അതിന്റെ കൂട്ടത്തിൽ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? Computer network is a group of computers and other computing hardware devices such as printers, scanners, modem, CD drive, etc. ഇവിടെ നെറ്റ്വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഒരു കൂട്ടം കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയിരിക്കും എന്ന് വെച്ചാൽ ഇവിടെ ഒരു കമ്പ്യൂട്ടർ അതിൻ്റെ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ? ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കമ്പ്യൂട്ടറും കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഇതിനകത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും ഇന്റർ കണക്റ്റഡ് ആണ്. സോ വി ക്യാൻ സേ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ ഡിവൈസസ്. അതായത് കമ്പ്യൂട്ടർ മാത്രമല്ല ഇവിടെ കണക്ട് ചെയ്യുന്നത്, ഇനി നമ്മൾക്ക് അതിൻ്റെ കൂടെ പ്രിന്റേഴ്സോ സ്കാനറോ ഇങ്ങനെയുള്ള പെരിഫറൽ ഡിവൈസസും കണക്ട് ചെയ്യാം. ദേ കണക്റ്റഡ് ടു ഈച്ച് അതർ ഇലക്ട്രോണിക്കലി ത്രൂ എ കമ്മ്യൂണിക്കേഷൻ മീഡിയം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മീഡിയം ഉണ്ട്. ദാറ്റ് മേ ബി വയേർഡ് ഓർ വയർലെസ്. വയേർഡ് ആയിട്ടോ അല്ലെങ്കിൽ വയർലെസ് ആയിട്ടോ നമ്മൾക്ക് ഈ കമ്പ്യൂട്ടേഴ്സുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും നമ്മൾക്ക് അടുത്ത കമ്പ്യൂട്ടറിലേക്ക് വേണമെങ്കിൽ ഡാറ്റ സെൻഡ് ചെയ്യാം. ഇനി ഈ കമ്പ്യൂട്ടറിൽ നിന്നും അടുത്ത കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഒരു CD-യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫയൽസ് ചെയ്ത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള കമ്പ്യൂട്ടറിനും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഈച്ച് ആൻഡ് എവറി വൺ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ ഡിവൈസസ്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ, എക്സ്ചേഞ്ച് കമാൻഡ്സ്, ഷെയർ ഡാറ്റ, ഹാർഡ്വെയർ ആൻഡ് അതർ റിസോഴ്സസ്. വി ക്യാൻ ഈസിലി ഷെയർ ഡാറ്റ, വി ക്യാൻ ഈസിലി എക്സ്ചേഞ്ച് ഹാർഡ്വെയർ ആൻഡ് അതർ റിസോഴ്സസ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് വരുന്നുണ്ട്. അപ്പൊ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ഫോക്കസ് പോയിന്റിൽ വരുന്ന കാര്യം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക്. നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇന്റർനെറ്റ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്. ബിക്കോസ് ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു വലിയൊരു നെറ്റ്വർക്കിന്റെ ശൃംഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. So internet is a good example for a computer network. It is impossible to imagine a world without emails, online newspapers, blogs, chat and other services offered through the internet. നമ്മൾക്ക് ചിന്തിക്കാൻ പോലും അസാധ്യമായ വിധം അത്രത്തോളം നമ്മൾ ഇന്റർനെറ്റ് ആയിട്ട് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. ഇനി ഇന്റർനെറ്റ് ഇല്ലാത്തൊരു ലോകം എന്ന് പറയുന്നത് നമ്മൾക്ക് അനുമാനിക്കാൻ പോലും സാധിക്കില്ല. നമുക്കത് ഗസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. സോ ഇന്റർനെറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇനി നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓരോ അഡ്വാൻറ്റേജസും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് റിസോഴ്സ് ഷെയറിംഗ്. And second one, price performance ratio. Third one, communication. Fourth one, reliability. And last one, scalability. These are the advantages of network. ഓരോ അഡ്വാൻറ്റേജസും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റിസോഴ്സ് ഷെയറിംഗ്. ഇവിടെ റിസോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? The sharing of available hardware and software resources
in a computer network is called resource sharing. അതായത് നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള എന്തൊക്കെ ഹാർഡ്വെയർ ആണോ എന്തൊക്കെ സോഫ്റ്റ്വെയർ ആണോ നമ്മുടെ അടുത്തുള്ളത് അതൊക്കെ പരസ്പരം ഷെയർ ചെയ്യാണ്. അതാണ് ഇവിടെ റിസോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, the contents of a DVD placed in a DVD drive of one computer can be read in another computer. അതായത് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ CD ഡ്രൈവോ അങ്ങനെയുള്ള DVD എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഒരു ഡാറ്റ നമുക്ക് ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സിനും കൂടി എടുക്കാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ മേജർ അഡ്വാൻറ്റേജ്, ദാറ്റ് ഈസ് കോൾഡ് റിസോഴ്സ് ഷെയറിംഗ്. പരസ്പരം ഒരു കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ലൈക്ക് ഹാർഡ് ഡിസ്ക്, പ്രിന്റർ, സ്കാനർ എക്സെട്ര ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ് ലൈക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ആന്റിവൈറസ് ടൂൾസ് എക്സെട്ര ക്യാൻ ഓൾസോ ബി ഷെയർഡ് ത്രൂ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇതൊക്കെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ, എക്സാമ്പിൾ നമ്മൾ ഒരു റൂമിനകത്ത് ഒരു 4-5 പേര് പരസ്പരം നമ്മൾ റൗണ്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം നെറ്റ്വർക്ക്ഡ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മുടെ കയ്യിലുള്ള ഓരോ സാധനങ്ങളും പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? നമ്മൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ, നമ്മുടെ ഐഡിയാസ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ കമ്പ്യൂട്ടറിന്റെ കേസിലും. കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡാറ്റാസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം. സോ റിസോഴ്സ് ഷെയറിംഗ് ഇസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. Then second one, price performance ratio. One can easily share the resources available in one computer with other computer. അതായത് ഒരു കമ്പ്യൂട്ടറിലുള്ള ഡാറ്റാസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. വിത്ത് അതർ കമ്പ്യൂട്ടേഴ്സ്, ദ കോസ്റ്റ് ഓഫ് പർച്ചേസിംഗ് ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ ഫോർ ഈച്ച് കമ്പ്യൂട്ടർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ പർച്ചേസിംഗ് നെറ്റ്വർക്ക് വേർഷൻസ് ഓഫ് സച്ച് സോഫ്റ്റ്വെയർ. ഇവിടെ നമ്മൾ എല്ലാ കമ്പ്യൂട്ടറിലേക്കും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ നെറ്റ്വർക്കിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു 4-5 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഞാനിവിടെ കാണിച്ചു തരുന്നത് പോലെ ഇതൊരു കമ്പ്യൂട്ടർ ആണ്. ഓക്കെ, ദിസ് ഈസ് വൺ കമ്പ്യൂട്ടർ ആൻഡ് അനദർ വൺ. അപ്പൊ ഇങ്ങനെ ഓരോ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഇനി ഈ കമ്പ്യൂട്ടേഴ്സിനൊക്കെ തന്നെയും നമ്മൾക്ക് സോഫ്റ്റ്വെയർ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? സോഫ്റ്റ്വെയർ തന്നെ 2 തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. അതിലൊരു നെറ്റ്വർക്ക് എഡിഷൻ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, നമ്മൾക്ക് നെറ്റ്വർക്ക് എഡിഷൻ സോഫ്റ്റ്വെയർസ് പർച്ചേസ് ചെയ്യാം. ദ കോസ്റ്റ് ഓഫ് പർച്ചേസിംഗ് ലൈസൻസ് സോഫ്റ്റ്വെയർ ഫോർ ഈച്ച് കമ്പ്യൂട്ടർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ പർച്ചേസിംഗ് നെറ്റ്വർക്ക് വേർഷൻ. ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്നത് നെറ്റ്വർക്ക് വേർഷൻ ആണ്. എന്താണ് ഈ നെറ്റ്വർക്ക് വേർഷൻ എന്ന് വെച്ചാൽ, ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിന്റെ യൂസേജ് എല്ലാ കമ്പ്യൂട്ടറിലേക്കും കിട്ടുന്ന വിധം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് നെറ്റ്വർക്ക് വേർഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രൈസ് ഓരോ കമ്പ്യൂട്ടറിലേക്കും ഓരോ സോഫ്റ്റ്വെയർ വാങ്ങിക്കുന്ന കോസ്റ്റ് നമ്മൾക്ക് കുറക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? വി ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ വാങ്ങിക്കുന്നതിന്റെ കോസ്റ്റ് നമ്മൾക്ക് റെഡ്യൂസ് ചെയ്യാം. സോ ഇത് മേജർ അഡ്വാൻറ്റേജ് ആണ്, അല്ലെ? അപ്പൊ അതായത് നമ്മൾക്ക് ഓരോ സോഫ്റ്റ്വെയറും ഓരോ കമ്പ്യൂട്ടറിലേക്ക് വേണ്ട, പകരം നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്പ്യൂട്ടറിലേക്കും യൂസ് ചെയ്യാം. സോ വി ക്യാൻ സേവ് ദ കോസ്റ്റ്. നമുക്ക് അതിന്റെ അത്രയും കോസ്റ്റ് നമുക്ക് ലാഭിക്കാം. ഓക്കെ, സോ സെക്കൻഡ് വൺ ഈസ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ. ഓരോന്നും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ആൻഡ് തേർഡ് വൺ, കമ്മ്യൂണിക്കേഷൻ. ഇത് മെയിൻ ആയിട്ട് വരുന്ന ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ, computer network helps user to communicate with any other user for the network through its services like email, chatting, video conferencing, etc. നമുക്കറിയാം, ഈ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് നമ്മൾ നിരന്തരം മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ഒക്കെ തന്നെയാണ്. കാരണം ലോക്ക്ഡൌൺ ഒക്കെ വന്നു, ആളുകളൊക്കെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും പരസ്പരം അവരെ കോൺടാക്ട് ചെയ്യുകയാണ്, ചാറ്റ് ചെയ്യുകയാണ്, വീഡിയോ കോൾ, അങ്ങനെയുള്ള പല കമ്മ്യൂണിക്കേഷൻസും നടക്കുന്നുണ്ട്. ഓക്കെ, സോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. വി ക്യാൻ ഈസിലി കമ്മ്യൂണിക്കേറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. അതായത് ലോകത്തുള്ള ഏത് കോണിലുള്ള ആൾക്കാർക്കും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നെറ്റ്വർക്കിൽ സാധിക്കുന്നുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ്. ദെൻ നെക്സ്റ്റ് വൺ, reliability. Okay, it is possible to replicate or backup data
or information in multiple computers using the network. For example, the C++ files or photos or songs saved in one computer can also be saved in other computers in the same network. അതായത് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സിൽ കൊടുക്കുന്ന ഡാറ്റ റിലയബിൾ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ ബാക്കപ്പ് നമ്മൾക്ക് ഈസി ആയിട്ട് എടുക്കാം. ഓക്കെ, ഒരു ഡാറ്റയുടെ ബാക്കപ്പ് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ബാക്കിയുള്ള കമ്പ്യൂട്ടറുകളിലൊക്കെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. റിപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആ ഡാറ്റ എല്ലാ കമ്പ്യൂട്ടറിലേക്കും നമ്മൾക്ക് ഷെയർ ചെയ്യാം. സോ വി ക്യാൻ ഈസിലി ടേക്ക് ബാക്കപ്പ്. നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ബാക്കപ്പ് എടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ ഡാറ്റ നഷ്ടപ്പെട്ടു പോയാൽ ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സിൽ അത് സേഫ് ആയിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ദിസ് ക്യാൻ ബി റിട്രീവ്ഡ് ഫ്രം അതർ കമ്പ്യൂട്ടേഴ്സ് ഇൻ വിച്ച് ദേ ആർ സേവ്ഡ് ഇൻ കേസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ദാറ്റ് മീൻസ് മാൽ ഫങ്ഷനിങ് ഓഫ് കമ്പ്യൂട്ടർ ഓർ ആക്സിഡന്റൽ ഡിലീഷൻ. ആ കമ്പ്യൂട്ടറിന് പെട്ടെന്ന് എന്തെങ്കിലും വൈറസോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് റിക്കവർ എന്ന് വെച്ചാൽ അതിന്റെ ബാക്കപ്പ് നമ്മൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ റിലയബിലിറ്റി ഈസ് ദ അനദർ അഡ്വാൻറ്റേജ്. ദെൻ സ്കെയിലബിലിറ്റി. ഓക്കെ, സ്കെയിലബിലിറ്റി ഈസ് ദ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. എന്താണ് ഈ സ്കെയിലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Computing capacity can be increased or decreased easily by adding or removing computers to the network. അതായത് നെറ്റ്വർക്കിലേക്ക് പുതിയതായിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഡിവൈസ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന ഡിവൈസസിനെ റിമൂവ് ചെയ്യാനോ സാധിക്കും. that means scalability. Okay, we can easily increased or decreased or adding or removing computers to the network. അതായത് നെറ്റ്വർക്കിലേക്ക് പുതിയതായിട്ട് കമ്പ്യൂട്ടർ ആഡ് ചെയ്യാം, ഈ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കമ്പ്യൂട്ടർ റിമൂവ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് നെറ്റ്വർക്കിനകത്തുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് സ്കെയിലബിലിറ്റി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഓരോ അഡ്വാൻറ്റേജസും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. റിസോഴ്സ് ഷെയറിംഗ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി ആൻഡ് സ്കെയിലബിലിറ്റി ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക്. ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ദെൻ നെക്സ്റ്റ് ഇതിനകത്ത് വരുന്ന കുറച്ച് ടേംസ് നമ്മൾ പഠിക്കാനുണ്ട്. നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ടേംസ് ആണ്. ഫസ്റ്റ് വൺ, ബാൻഡ് വിഡ്ത്ത്. എന്താണ് ബാൻഡ് വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Bandwidth measures the amount of data that can be sent over a specified connection in a given amount of time. അതായത് ഇവിടെ രണ്ട് പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് രണ്ട് തരത്തിലുള്ള റോഡാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ. ആദ്യത്തെ റോഡ് എന്ന് പറയുന്നത് നാരോ റോഡാണ്, ചെറിയ ഇടുങ്ങിയ റോഡാണ്. രണ്ടാമത്തതാണെങ്കിൽ ബിഗ്ഗർ റോഡാണ്. അപ്പൊ ഇവിടെ രണ്ട് റോഡിലൂടെയും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഏറ്റവും റഷ് ആയിട്ട് വാഹനങ്ങൾ പിന്നെ കടന്നു പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ആദ്യത്തെ റോഡിലായിരിക്കും അല്ലെ. രണ്ടാമത്തെ റോഡിലോ വിശാലമായ റോഡായതുകൊണ്ട് വാഹനങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബാൻഡ് വിഡ്ത്തും. അതായത് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിലൂടെ കടന്നു പോകുന്ന ഡാറ്റയുടെ എമൗണ്ടിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുക. അപ്പൊ നിങ്ങൾ റിസൾട്ട് SSLC റിസൾട്ട് വരുന്ന സമയത്ത് നമ്മളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം റിസൾട്ട് വന്ന ആ ഫസ്റ്റ് സെക്കൻഡിൽ തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഒരു നെറ്റ്വർക്ക് റഷ് അനുഭവപ്പെടാറുണ്ട്. കാരണം എന്താണ്, എല്ലാ ആൾക്കാരും ആ ഒരു രജിസ്റ്റർ നമ്പർ റിക്വസ്റ്റ് ആയിട്ട് സെർവറിലേക്ക് അയച്ചിരിക്കുകയാണ് അല്ലെ. ഇതാണ് സെർവർ. അപ്പൊ അന്നേരം എല്ലാ ആൾക്കാരും ഇങ്ങനെ ഡാറ്റ അയക്കുമ്പോൾ എമൗണ്ട് ഓഫ് ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു നെറ്റ്വർക്ക് ട്രാഫിക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ബാൻഡ് വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബാൻഡ് വിഡ്ത്ത് മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി സെൻഡ് ഓവർ എ സ്പെസിഫിക് കണക്ഷൻ. അതായത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ കൃത്യമായ സമയത്തിനുള്ളിൽ അയക്കുന്നതിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, അനദർ ടേം ദാറ്റ് ഈസ് നോയ്സ്. ഓക്കെ, noise is unwanted electrical or electromagnetic energy that lowers the quality of data signal. നോയ്സ് എന്ന് വെച്ചാൽ ഡാറ്റ സിഗ്നലിന്റെ കൂടെ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആയിട്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ റേഡിയോ സിഗ്നൽസ് അല്ലെങ്കിൽ മോട്ടോഴ്സ്, കേബിൾസ്. ഇപ്പൊ സാധാരണ നമ്മൾ ടെലിഫോൺ ഉപയോഗിക്കുന്ന സമയത്ത്, പഴയകാല ടെലിഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയൊരു സൗണ്ട് നമ്മൾക്ക് കേൾക്കാറുണ്ട്
അല്ലെ? ദാറ്റ് ഈസ് കോൾഡ് നോയ്സ്. ഇനി ഫോൺ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഫോൺ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരാറുണ്ട്. അപ്പൊ അതിനെ നോയ്സ് എന്ന് പറയാം. നോയ്സ് ഈസ് ആക്ച്വലി അൺവാണ്ടഡ് സിഗ്നൽ. അൺവാണ്ടഡ് സിഗ്നൽ ആണ് നോയ്സ്. ഇറ്റ് മേ ബി കം ഫ്രം റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ്, മോട്ടോഴ്സ് ഓർ അതർ കേബിൾസ്. അപ്പൊ അതിന്റെ നമ്മുടെ ഡാറ്റയുടെ ക്വാളിറ്റി കുറക്കാൻ കാരണമാകുന്നുണ്ട് നോയ്സ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഡാറ്റ ഇൻക്ലൂഡിംഗ് ടെക്സ്റ്റ്, പ്രോഗ്രാംസ്, ഇമേജസ് ആൻഡ് ഓഡിയോ ഓവർ എ നെറ്റ്വർക്ക് ഈസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ദ നോയ്സ്. അപ്പോൾ നോയ്സ് കാരണം ഇതിന്റെയൊക്കെ സ്പീഡും വളരെ കുറയാനുള്ള സാധ്യതയും വരുന്നുണ്ട്. നോയ്സ് എന്ന് വെച്ചാൽ അൺവാണ്ടഡ് സിഗ്നൽ എന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ടേം ദാറ്റ് ഈസ് നോഡ്. ഓക്കെ, എന്താണ് നോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനി ഡിവൈസ് that may be computer, scanner, printer, etc., which is directly connected to a computer network is called node. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസിനെയാണ് നോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ, ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് നോഡ്. ഓക്കെ, നെറ്റ്വർക്ക് ആയിട്ട് കണക്ട് ചെയ്ത കമ്പ്യൂട്ടർ ആണ്. ഇതിനെ നമുക്ക് നോഡ് എന്ന് വിളിക്കാം. അനദർ വൺ ദാറ്റ് ഈസ് നോഡ്. ഇങ്ങനെ ഇവിടെ കുറെ നോഡ്സ് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിനെ നോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എനി ഡിവൈസ്. ഇത് കമ്പ്യൂട്ടറിന് ആവണമെന്നില്ല, ചിലപ്പോൾ അതിനകത്ത് സ്കാനറോ പ്രിന്ററോ ആയിരിക്കാം. അത് ഡയറക്റ്റ് ആയിട്ട് നെറ്റ്വർക്ക് ആയിട്ട് കണക്റ്റഡ് ആണ്. നെറ്റ്വർക്ക് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസസിനെയാണ് നോഡ് എന്ന് പറയുക. കമ്പ്യൂട്ടേഴ്സ് ലിങ്ക്ഡ് ടു ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ ദ സ്കൂൾ ആർ നോഡ്സ്. അതായത് നമ്മുടെ സ്കൂളിനകത്ത്, നമ്മുടെ സ്കൂൾ ലാബിനകത്ത് കുറെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. അതൊക്കെ നെറ്റ്വർക്ക്ഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സിനെയൊക്കെ ഓരോ കമ്പ്യൂട്ടറിനെയും നമുക്ക് എന്ത് വിളിക്കാം? നോഡ് എന്ന് വിളിക്കാം. ഓക്കെ, വെൻ വി കണക്ട് ദ ഇന്റർനെറ്റ് ടു അവർ കമ്പ്യൂട്ടേഴ്സ് ബിക്കം എ നോഡ് ഓഫ് ദ ഇന്റർനെറ്റ്. അതായത് നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിരിക്കുന്ന നെറ്റ്വർക്കായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് ഇവിടെ നോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോഡ്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് ഇപ്പൊ പഠിച്ചത്: ബാൻഡ് വിഡ്ത്ത്, നോയ്സ് ആൻഡ് നോഡ്. ഇതൊക്കെയാണ് നമ്മുടെ ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെട്ടിട്ടിരിക്കുന്ന കീ ടേംസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ഓക്കെ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഡിജിറ്റൽ ഡാറ്റ. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ കൈമാറുന്നതിനെയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക, അല്ലെ? എക്സ്ചേഞ്ചിങ് ഓഫ് ഡിജിറ്റൽ ഡാറ്റ ബിറ്റ്വീൻ എനി 2 ഡിവൈസസ്. ഏതെങ്കിലും 2 ഡിവൈസസ് തമ്മിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് സ്വിച്ച്, ദെൻ റൂട്ടർ, ഗേറ്റ്വേ, ബ്രിഡ്ജ് ആൻഡ് മോഡം. ഇങ്ങനെ 5 ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആണ് ഇപ്രാവശ്യത്തെ ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. കൃത്യമായിട്ട് നമ്മൾക്ക് ഇത് ഓരോന്നും എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, സ്വിച്ച് ഈസ് ദ ഫസ്റ്റ് ഡിവൈസ്. ഓക്കെ, എ സ്വിച്ച് ഈസ് ആൻ ഇന്റലിജന്റ് നെറ്റ്വർക്ക് ഡിവൈസ് that connects devices on a computer network by using packet switching. ഓക്കെ, സ്വിച്ച് എന്ന് പറയുന്നത് ഒരു ഇന്റലിജന്റ് നെറ്റ്വർക്ക് ഡിവൈസ് ആണ്. പരസ്പരം കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് പാക്കറ്റ് സ്വിച്ചിങ് രൂപത്തിലാണ്. എന്താണ് പാക്കറ്റ് സ്വിച്ചിങ്? പാക്കറ്റ് സ്വിച്ചിങ് ഈസ് എ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ഡാറ്റ ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ എ ഡിജിറ്റൽ നെറ്റ്വർക്ക് ഇൻടു പാക്കറ്റ്സ്. അപ്പൊ ഇവിടെ ഡാറ്റാസ് ഒക്കെ സെൻഡ് ചെയ്യുന്നത് പാക്കറ്റ്സ് രൂപത്തിലാണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനെയാണ് പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുക. ഓരോ പാക്കറ്റ് രൂപത്തിലാണ് ഡാറ്റാസ് സെൻഡ് ചെയ്യുന്നത്. സെൻഡ് ത്രൂ ഓവർ എ നെറ്റ്വർക്ക് എന്നാണ്. ഓക്കെ, അപ്പൊ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ കമ്പ്യൂട്ടറുകളിൽ തമ്മിലുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ അതിനകത്തുള്ള ഡാറ്റാസ് പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് സ്വിച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്. സോ ഇറ്റ് ഈസ് കോൾഡ് ഇന്റലിജന്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, then next one, router. Router is the second device. A router is a device that can interconnect 2 networks of the same type using the same protocol. ഇവിടെ നമ്മൾക്കറിയാം ഓരോ കമ്പ്യൂട്ടറിനും ഓരോ IP അഡ്രസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോട്ടോകോൾ. ഓരോ കമ്പ്യൂട്ടറിനെയും തിരിച്ചറിയാനുള്ള അഡ്രസ് ആണ് IP അഡ്രസ്.
ഓക്കെ, അപ്പൊ ഒരേ തരത്തിലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ തമ്മിൽ, അതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എ റൂട്ടർ ഈസ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ ഇന്റർ കണക്ട് ടു നെറ്റ്വർക്ക്സ് ഓഫ് ദ സെയിം ടൈപ്പ് എന്നാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ടേം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സെയിം ടൈപ്പ്. കാരണം ഇത് ഡിഫറൻസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്ന രീതിയിലും വരാറുണ്ട്. ചിലപ്പോൾ റൂട്ടറും അതുപോലെ ഇനി അടുത്ത വരുന്ന ഗേറ്റ് വേ തമ്മിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നാണ്, സെയിം ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് റൂട്ടർ എന്ന് പറയുന്നത്. റൂട്ടർ യൂസിങ് ദ സെയിം പ്രോട്ടോകോൾ, ഇറ്റ് ക്യാൻ ഫൈൻഡ് ദ ഒപ്റ്റിമൽ പാത്ത് ഓഫ് ഡാറ്റ പാക്കറ്റ്സ് ടു ട്രാവൽ ആൻഡ് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ട്രാഫിക് ഓൺ എ നെറ്റ്വർക്ക്. ശരിക്കും പറഞ്ഞാൽ എവിടത്തേക്കാണ് ഡാറ്റാസ് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് റൂട്ടർ. ഓക്കെ, ഇനി അതനുസരിച്ചിട്ട് ഓരോ കമ്പ്യൂട്ടറിലേക്കും അത് കൃത്യമായിട്ട് തന്നെ സെൻഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ദോ ഇറ്റ്സ് ഓപ്പറേഷൻസ് ആർ സിമിലർ ടു ബ്രിഡ്ജ് പോലെ തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് മോർ ഇന്റലിജന്റ്. ബ്രിഡ്ജിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഡിവൈസ് ആണ് റൂട്ടർ. ദ റൂട്ടർ ക്യാൻ ചെക്ക് ദ ഡിവൈസ് അഡ്രസ് ആൻഡ് ദ നെറ്റ്വർക്ക് അഡ്രസ് ആൻഡ് ക്യാൻ യൂസ് അൽഗോരിതംസ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് പാത്ത് ഫോർ പാക്കറ്റ്സ് ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ. അതായത് ഓരോ കമ്പ്യൂട്ടറിലേക്കും അയക്കേണ്ട ഡാറ്റ കൃത്യമായിട്ട് എത്താൻ വേണ്ടിയിട്ട് ഏതാണോ ബെസ്റ്റ് പാത്ത് എന്നുള്ളത് റൂട്ടർ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം. സാധാരണ നമ്മളൊരു വഴിയിൽ അകപ്പെട്ടാൽ പല വഴിയിൽ അതിന്റെ മുമ്പിൽ, നമ്മുടെ മുമ്പിൽ പല വഴികൾ ഉണ്ടാവും അല്ലെ. നമ്മൾ സ്ഥലം അറിയാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മൾ അവിടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഏതെങ്കിലും ഒരു ആൾക്കാരോട് നമ്മൾ ചോദിക്കും ഏതിലാണ് നമ്മൾ പോകേണ്ടത്, നമ്മളുടെ ഗോൾ എവിടെയാണ് എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെയാണ് ഇവിടെ റൂട്ടറും. റൂട്ടറിന്റെ മുമ്പിൽ എത്തുന്ന ഡാറ്റയെ കൃത്യമായിട്ട് റൂട്ടർ എവിടേക്കാണ് എത്തിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ റൂട്ടർ ഈസ് ദ അനദർ കമ്പ്യൂട്ടർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. അപ്പൊ ഇതിൽ കൃത്യമായിട്ട് എന്താണ്, ഡാറ്റ എത്തേണ്ടടുത്ത് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ഗേറ്റ് വേ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് സെയിം നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് റൂട്ടർ എന്നാണ്. പക്ഷെ ഇവിടെ a gateway is a device that can interconnect two different networks. രണ്ട് ഡിഫറെന്റ് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ ആദ്യത്തെ ഡിവൈസ് എന്ന് പറയുന്നത് അതിന്റെ IP അഡ്രസ് 10.0.0.0/8 ആണ്. പക്ഷെ ഇവിടെ രണ്ടാമത്തത് 20.0.0.0/8 ആണ്. രണ്ടും രണ്ടാണ്. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഒരേ തരത്തിലുള്ള നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് റൂട്ടർ. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ റൂട്ടർ ആൻഡ് ഗേറ്റ് വേ. പ്രത്യേകം ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതൊക്കെ ഓർത്ത് എഴുതാൻ പറ്റും. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട സംഭവങ്ങളല്ല, ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട സംഭവങ്ങളല്ല. നമ്മൾ ഇത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മൾക്കിത് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിവൈസ് ദാറ്റ് ഈസ് ബ്രിഡ്ജ്. ഓക്കെ, ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താണ് ബ്രിഡ്ജിന്റെ ഡ്യൂട്ടി? ഇവിടെ നിങ്ങൾക്ക് അതിന്റെ വർക്കിംഗ് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്, എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, എ ബ്രിഡ്ജ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സെഗ്മെന്റൈസ് എ നെറ്റ്വർക്ക്. എന്താണ് ഈ സെഗ്മെന്റൈസ് എന്ന് പറയുന്നത്? സെഗ്മെന്റൈസ് എന്ന് വെച്ചാൽ പല സെഗ്മെന്റുകളായിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഡാറ്റയെ എന്ത് ചെയ്യുന്നതാണ്, അത് സെപ്പറേറ്റ് ചെയ്യുന്നത് തന്നെയാണ്, സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, an existing network can be split into different segments and can be interconnected using a bridge. അതായത് ഒരു നെറ്റ്വർക്കിനെ ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ നെറ്റ്വർക്കിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പല സെഗ്മെന്റുകളാക്കി തിരിച്ചിട്ട് സെൻഡ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രിഡ്ജിന്റെ മുമ്പിൽ എത്തുന്ന നെറ്റ്വർക്കിനെ ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് പോലെ കുറെ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, PC1 PC2 അങ്ങനെ. അപ്പൊ അങ്ങനെ അതിന്റെ ബ്രിഡ്ജിന്റെ മുമ്പിൽ എത്തുന്ന ഒരു നെറ്റ്വർക്കിനെ ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ അതിനെ എവിടേക്കാണോ അത് അയക്കേണ്ടത് എന്നുള്ളത് ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കും. എന്നിട്ടോ അതിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പല സെഗ്മെന്റുകളാക്കിയിട്ട് വേർതിരിച്ചുകൊണ്ട് അയക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ബ്രിഡ്ജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബ്രിഡ്ജിന്റെ വർക്കിംഗ്. വളരെ സിമ്പിൾ ആണ്. ദിസ് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ട്രാഫിക് ഓൺ എ നെറ്റ്വർക്ക്. അതായത് നെറ്റ്വർക്ക് ട്രാഫിക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്
ബ്രിഡ്ജ് ഡിവൈസ് യൂസ് ചെയ്യുന്നത് കൊണ്ട്. കാരണം എന്താണ്, ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എല്ലായിടത്തേക്കും എന്താണ് നെറ്റ്വർക്കുകളെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ദെൻ അനദർ വൺ, ബ്രിഡ്ജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പഠിക്കാനായിട്ട് വരുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് മോഡമാണ്. മോഡം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ മോഡം എന്ന് പറയുന്നത്. മോഡം മീൻസ് മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ എന്നാണ് അതിന്റെ ഫുൾ ഫോം തന്നെ. ഓക്കെ, എന്താണ് ഈ മോഡുലേറ്റർ, എന്താണ് ഈ ഡീമോഡുലേറ്റർ എന്ന് വെച്ചാൽ എ മോഡം ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ത്രൂ ടെലിഫോൺ ലൈൻ. ഓക്കെ, അതായത് ടെലിഫോൺ ലൈനിൽ നിന്നും വരുന്ന കണക്ഷനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അയക്കുന്ന ഒരു മെഷീനാണ് മോഡം എന്ന് പറയുന്നത്. അതിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സിഗ്നൽ അയക്കുന്ന സിഗ്നൽ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കി മാറ്റുന്നുണ്ട്, അതേപോലെ തിരിച്ചും ഇങ്ങോട്ടേക്കും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് മോഡം എന്ന് പറയുന്നത്. മോഡം അതിന്റെ ഫുൾ ഫോം തന്നെ മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ എന്നാണ്. ദ നെയിം ഈസ് ഫോംഡ് ഫ്രം ദ ഫസ്റ്റ് 3 letters. ഓക്കെ, ഇറ്റ് കൺവേർട്ട് ഡിജിറ്റൽ സിഗ്നൽ റിസീവ്ഡ് ഫ്രം എ കമ്പ്യൂട്ടർ ടു അനലോഗ് സിഗ്നൽ. അതായത് ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നൽ ആക്കിയിട്ടും അതേപോലെ ടെലിഫോൺ ലൈനിൽ നിന്നും വരുന്ന കണക്ഷൻ ആണ് അനലോഗ് സിഗ്നൽ. അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്തിട്ട് ഡിജിറ്റൽ സിഗ്നൽ ആക്കിയിട്ടും മാറ്റുന്നുണ്ട് മോഡം. ഇപ്പൊ മോഡത്തിന്റെ ഉപയോഗം കൃത്യമായിട്ട് മനസ്സിലായി. ടെലിഫോൺ ലൈനിൽ നിന്ന് വരുന്ന സിഗ്നലിനെ കൺവേർട്ട് ചെയ്തിട്ട് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് മോഡം. സാധാരണയായിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് BSNLന്റെ കണക്ഷൻ ആണെങ്കിൽ BSNLന്റെ കേബിൾ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഒരു മോഡം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് മോഡം. ദെൻ നെക്സ്റ്റ്, അപ്പൊ ഇത്രയും ഡിവൈസസ് നമ്മൾക്ക് ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്വിച്ച്, റൂട്ടർ, ഗേറ്റ്വേ, ബ്രിഡ്ജ്, അതേപോലെ തന്നെ മോഡം. ഇത്രയുമാണ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾക്ക് പഠിക്കാനായിട്ട് വരുന്നത് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ആണ്. ഏതൊക്കെ തരത്തിലുള്ള നെറ്റ്വർക്ക്സ് ആണ് ഉള്ളത്. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് may span any amount of geographical area. It can be on a table, in a room, in a building, in a city, in a country, or across continents or around the world. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ നമ്മൾക്ക് പല സ്ഥലത്തേക്കും നമ്മൾക്ക് വ്യാപിപ്പിക്കാം. ഓക്കെ, അതിന്റെ ജോഗ്രഫിക്കൽ ഏരിയ അനുസരിച്ചിട്ട് പലതായിട്ട് പലയിടങ്ങളിലേക്ക് നമ്മൾക്ക് അതിന്റെ യൂസേജ് വ്യാപിപ്പിക്കാൻ പറ്റും. അതായത് നമ്മുടെ വീട്ടിൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിറ്റിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റ്സിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നെങ്കിൽ അങ്ങനെ. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തേതാണ് പാൻ എന്ന് പറയുന്നത്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. സെക്കൻഡ് വൺ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. തേർഡ് വൺ മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ആൻഡ് ലാസ്റ്റ് വൺ വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്. ഇനി നമ്മൾക്ക് പാൻ കണക്ഷനെ കുറിച്ചിട്ട് പഠിക്കാം. ഓക്കെ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. പാൻ ഈസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ്, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ എക്സെട്ര in the proximity of an individual. It can cover an area of radius with a few meters. അതായത് വളരെ കുറച്ച് മീറ്റേഴ്സ് തമ്മിൽ എന്താണ് കമ്പ്യൂട്ടർ ആയാലും മൊബൈൽ ഫോൺ ആയാലും അതേപോലെ ബാക്കിയുള്ള പെരിഫറൽ ഡിവൈസസ് ഒക്കെ ആയാലും ഇങ്ങനെയുള്ള കണക്ഷൻസിനെയാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ വീട്ടിൽ കമ്പ്യൂട്ടറിൽ നിന്നും സോങ്സ് ഒക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ ഫോണിലുള്ള ഡാറ്റ കമ്പ്യൂട്ടറിലേക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ മൊബൈൽ ഫോണിലേക്കൊക്കെ ഇന്റർ കണക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അത് ചിലപ്പോഴെങ്ങനെയായിരിക്കും, വൈഫൈ ഉപയോഗിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ബ്ലൂടൂത്ത് മുഖേന ആയിരിക്കും ഇതൊക്കെ കണക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ നെറ്റ്വർക്കിനെയാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ഡിസ്റ്റൻസ് വളരെ കുറവാണ്, വളരെ ചെറിയ അകലത്തിൽ മാത്രമായിരിക്കും എല്ലാ ഡിവൈസസും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടാകുക. ഇനി അടുത്തത് ലാൻ ആണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി ഡിസ്റ്റൻസ് കൂടിയതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ. LAN is a network of computing and communicating devices in a room, building or campus. It can cover an area of radius with a few meters to a few kilometers.
A networked office building, school or home usually contains a single LAN. Through sometimes one building can contain a few small LANs. അതായത് ഒരു ബിൽഡിംഗിൽ ഒരു ലാൻ കണക്ഷനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ലാൻ കണക്ഷനോ വരാറുണ്ട്. സാധാരണഗതിയിൽ സ്കൂളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓഫീസുകളിലൊക്കെ ഈ ഒരു കണക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യാറ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് പറയുക. അത് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കുറച്ച് കിലോമീറ്റേഴ്സിനകത്ത് വരുന്നതാണ്. ഓക്കെ, നേരത്തെ നമ്മൾ പാൻ പറഞ്ഞപ്പോ മീറ്റേഴ്സ് ആണ് പറഞ്ഞത്. ഇവിടെ കിലോമീറ്റേഴ്സ് തമ്മിൽ കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാം, ഡിവൈസസ് തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കണക്ഷനെയാണ് ലാൻ എന്ന് പറയുന്നത്. ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ദെൻ നെക്സ്റ്റ് വൺ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, മാൻ എന്നറിയപ്പെടും. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. Man is a network of computing and communicating devices within a city. ഇപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സിറ്റി കവർ ചെയ്യുന്ന തരത്തിലാണ്. ഓക്കെ, ഒരു മേജർ സിറ്റി എടുത്തു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഇപ്പോൾ കൊച്ചി ആണെങ്കിൽ അല്ലെങ്കിൽ കാസർഗോഡ് ആണെങ്കിൽ, മെയിൻ സിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കവർ ആൻ ഏരിയ ഓഫ് എ ഫ്യൂ കിലോമീറ്റേഴ്സ് ടു എ ഫ്യൂ 100 കിലോമീറ്റേഴ്സ് റേഡിയസ്. ആ സിറ്റിക്കകത്ത് വരുന്ന എല്ലാ നെറ്റ്വർക്കുകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു കണക്ഷനാണ് മാൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ഓഫീസ് ബിൽഡിംഗ് ഉണ്ട്, അതേപോലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഗവൺമെന്റ് ബിൽഡിംഗ്, റെസിഡൻഷ്യൽ ഏരിയ, ഇതിനെയൊക്കെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സോ മാൻ ഈസ് എ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ് വിത്തിൻ എ സിറ്റി. സിറ്റികൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ക്യാൻ കവർ ആൻ ഏരിയ ഓഫ് ഫ്യൂ കിലോമീറ്റർ ടു ഫ്യൂ 100 കിലോമീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ്, അതിന്റെ റേഡിയസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം പാൻ പറഞ്ഞു, അത് വളരെ ചെറുതാണ്, ഒരു വീട്ടിന്റെ ഒരു റൂമിനകത്തുള്ള കണക്ഷൻ ആണ്. നേരെ മറിച്ച് കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ വരുന്നതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അത് കഴിഞ്ഞിട്ട് മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ആൻഡ് ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ വരുന്ന കണക്ഷൻ ആണ് വാൻ എന്ന് പറയുന്നത്. WAN is a network of computing and communicating devices crossing the limits of a city or a country or continent. അതായത് നേരത്തെ നമ്മൾ സിറ്റി ആണ് പറഞ്ഞതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൺട്രി തമ്മിൽ, അതായത് ഒരു രാജ്യത്ത് നിന്നും വേറൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റിൽ നിന്നും വേറൊരു കോണ്ടിനെന്റിലേക്കുള്ള ഇന്റർ കണക്ഷൻ ആണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്യാൻ കവർ ആൻ ഏരിയ ഓഫ് ഓവർ 100 കിലോമീറ്റേഴ്സ് ഇൻ റേഡിയസ്. അതായത് എത്രയോ ഡിസ്റ്റൻസിൽ നമ്മൾക്ക് ഇതിന്റെ റേഡിയസ്, ഇതിന്റെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വാൻ യൂഷ്വലി കണ്ടെയ്ൻ എ നമ്പർ ഓഫ് ഇന്റർകണക്റ്റഡ് ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് മേ ബി ലാൻ, മാൻ ആൻഡ് മേ ബി അതർ വാൻസ്. അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കുകൾ, ഇതിനെയൊക്കെ ബന്ധിപ്പിക്കാൻ പറ്റുന്ന, ഇതിനെ മൊത്തത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വളരെ ഡിസ്റ്റൻസിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾക്ക് ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിൽ പഠിക്കാനായിട്ട് വരുന്നുള്ളത്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, അതേപോലെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആൻഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. ഇത് കഴിഞ്ഞാൽ അതിന്റെ മൊത്തത്തിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഏരിയ കവർ ചെയ്യുന്നതും, അതേപോലെ സ്പീഡ്, നെറ്റ്വർക്കിംഗ് കോസ്റ്റ്. പാൻ എന്ന് പറയുന്നത് 10 മീറ്റർ റേഡിയസിലാണ്. ഓക്കെ, ട്രാൻസ്മിഷൻ സ്പീഡ് ഹൈ സ്പീഡ് ആണ്. ഇനി അതിന്റെ കോസ്റ്റ് വളരെ ചെറിയ കോസ്റ്റ് ആയിരിക്കും. ഇനി ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എത്രയാണ്? അതിന്റെ ഡിസ്റ്റൻസ്, ഏരിയ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അപ് ടു 10 കിലോമീറ്റർ ആണ്. ഹൈ സ്പീഡ് ട്രാൻസ്മിഷൻ സ്പീഡ് ഉണ്ട്, അതേപോലെ ഇൻഎക്സ്പെൻസീവ് ആണ്. മാൻ എന്ന് പറയുന്നത് സിറ്റി ആൻഡ് ഇറ്റ്സ് വിസിനിറ്റി അപ് ടു 100 കിലോമീറ്റർ. 100 കിലോമീറ്റർ ദൂരം വരെ മാൻ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അത്യാവശ്യം സ്പീഡ് ഉണ്ട്, അതേപോലെ എക്സ്പെൻസീവ് ആണ്. എൻറ്റയർ കൺട്രി തമ്മിൽ ബന്ധിപ്പിക്കാനാണ് വാൻ. സ്പീഡ് ലോ സ്പീഡ് ആയിട്ടാണ് കാണിക്കുന്നുള്ളത്. വളരെ എക്സ്പെൻസീവ് ആണ് വാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ വേണ്ടി നമുക്ക് പറ്റണം. ഇനി അടുത്തത് നെറ്റ്വർക്ക് ടോപ്പോളജീസ് ആണ്. എന്താണ് ഈ ടോപ്പോളജി എന്ന് വെച്ചാൽ?
Using available media and based on certain conditions, there are different ways of interconnecting the nodes. അതായത് കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഫിസിക്കലായിട്ട് കണക്ട് ചെയ്യാൻ പല വേസ് ഉണ്ട്. ഓക്കെ, the way in which the nodes are physically interconnected to form a network is called topology. അപ്പൊ ടോപ്പോളജി എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടർ നോഡ്സ് തമ്മിൽ, കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യാനുള്ള വേ, അതായത് നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പല തരത്തിൽ നമ്മൾക്ക് അത് കണക്ട് ചെയ്യാം. അങ്ങനെയുള്ള വേ അതിനെയാണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുക. മെയിൻ ആയിട്ട് വരുന്ന നെറ്റ്വർക്ക് ടോപ്പോളജീസ് ഏതൊക്കെയാണ്? ബസ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ആൻഡ് മെഷ്. ഇങ്ങനെ 4 തരത്തിലുള്ള ടോപ്പോളജീസ് ആണുള്ളത്. ഓരോന്നും കൃത്യമാക്കി മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഡയഗ്രാം കൂടി ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് പോലെ ഓരോന്നിനും ഓരോ ഡയഗ്രാം ഉണ്ട്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബസ് ടോപ്പോളജി ആണെങ്കിൽ അതിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയം ഉണ്ടാകും. ആ മീഡിയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടറുകളൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് അതിന്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും ഒക്കെ നമ്മൾക്ക് ഈ ഡയഗ്രത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഇവിടെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈസി ടു ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പമാണ്. അതായത് ലെസ് കേബിൾ റിക്വയർഡ്, ഇതിന്റെ കേബിൾ വളരെ കുറച്ച് മാത്രം മതി. ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫെയിലർ ഓഫ് എ നോഡ് ഡസ് നോട്ട് അഫക്ട് ദ നെറ്റ്വർക്ക്. ഫെയിലർ ഓഫ് കേബിൾ ലീഡ്സ് ടു ബ്രേക്ക് ഡൗൺ ദ എൻറ്റയർ നെറ്റ്വർക്ക്. അതായത് ഒരു നോഡ് കംപ്ലൈന്റ് വന്നാൽ ഒരിക്കലും ബാക്കിയുള്ള നോഡുകളെ ബാധിക്കില്ല. പക്ഷെ ഇവിടെ ചെറിയൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു നോഡിനകത്ത് ചെറിയൊരു ബ്രേക്ക് വന്നെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു ഈ സ്പേസിൽ കട്ടായി പോയി. ഓക്കെ, എങ്കിൽ എല്ലാ നെറ്റ്വർക്കിനെയും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഓക്കെ, ഇനി സ്റ്റാർ ടോപ്പോളജി ഇവിടെ നോക്കുക. ഹബ്ബോ അല്ലെങ്കിൽ സ്വിച്ചോ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ നോഡ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർ ടോപ്പോളജിയിൽ. ഇപ്പോൾ ബസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫോൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പമാണ്, കാരണം ഇവിടുന്ന് സിഗ്നൽ പാസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സെൻട്രൽ കൺട്രോൾ എന്ന് പറയുന്നത് സ്വിച്ച് അല്ലെങ്കിൽ ഹബ്ബ് ഏതെങ്കിലും ഒരു ഡിവൈസ് ആയിരിക്കും. ഓക്കെ, ഇനി സ്വിച്ചിന് കംപ്ലൈന്റ് വന്നാൽ അല്ലെങ്കിൽ ഹബിന് കംപ്ലൈന്റ് വന്നാൽ മൊത്തം നെറ്റ്വർക്കിനെ ബാധിക്കുന്നുണ്ട് സ്റ്റാർ ടോപ്പോളജിയിൽ. ഇനി റിംഗ് ടോപ്പോളജി എന്ന് വെച്ചാൽ നോ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ ഈസ് റിക്വയർഡ്, ഈച്ച് നോഡ് ആംപ്ലിഫൈസ് ദ സിഗ്നൽ. ഓരോ നോഡിലും സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്, അതിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നുണ്ട്. ദെൻ റിക്വയർ ലെസ് കേബിൾ, ഇതിന് കേബിൾ വളരെ കുറച്ചാണ് വേണ്ടത്. ഇഫ് വൺ നോഡ് ഫെയിൽസ് എൻറ്റയർ നെറ്റ്വർക്ക് വിൽ ഫെയിൽ. അതായത് ഏതെങ്കിലും ഒരു നോഡ് ഫെയിൽ ആയാൽ പക്ഷെ എല്ലാ നെറ്റ്വർക്കിനെയും ബാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അടുത്തത് മെഷ് ടോപ്പോളജിയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒന്നിൽ കൂടുതൽ കണക്ഷൻ ബാക്കിയുള്ള ഒരു നോഡിൽ നിന്നും മറ്റുള്ള നോഡുകളിലേക്ക് ഒന്നിൽ കൂടുതൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നെറ്റ്വർക്ക് ഫെയിൽ ഉണ്ടാവാനുള്ള സാധ്യത വരില്ല. നെറ്റ്വർക്ക് വിൽ നോട്ട് ഫെയിൽ ഈവൻ ഇഫ് വൺ പാത്ത് ബിറ്റ്വീൻ ദ നോഡ് ഫെയിൽ. ഒരു പാത്ത് കംപ്ലൈന്റ് വന്നാൽ മറ്റേ പാത്തിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാം? നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് മെഷ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ടോപ്പോളജിയിൽ പഠിക്കാനായിട്ട് വരുന്നത്. ബസ് ടോപ്പോളജി, സ്റ്റാർ, റിംഗ് ആൻഡ് മെഷ് ടോപ്പോളജി. അത് കഴിഞ്ഞാൽ ഫോക്കസ് പോയിന്റിൽ വരുന്ന അടുത്ത ടേം ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓവർ നെറ്റ്വർക്ക്. അതായത് കമ്പ്യൂട്ടറുകൾ, ഈ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്പ്യൂട്ടറുകളെ നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാം? നമ്മളൊരു ലെറ്റർ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്രസ്സ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്കാണ് അയക്കുന്നത് ആ അയക്കുന്ന ആളുടെ അഡ്രസ്സ് നമ്മൾ കൃത്യമായിട്ട് നൽകാറുണ്ട്. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിന്റെ കേസിലും ഓരോ മെഷീനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്രസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾക്ക് പഠിക്കാനായിട്ട് വരുന്ന ആദ്യത്തെ ടേം മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ് ആണ്. ഇതിനെയാണ് മാക് അഡ്രസ് എന്ന് പറയാം. മാക് അഡ്രസ്. A MAC address is a universally unique address, 12-digit hexadecimal number assigned to each NIC card. അതായത് NIC കാർഡ് എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ഓരോ NIC കാർഡിലും ഓരോ MAC അഡ്രസ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ ഇതിനകത്തുള്ള MAC അഡ്രസ് ആണ് നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റും. അതായത് NIC കാർഡ് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു അഡ്രസ് കൊടുക്കും. 12 ഡിജിറ്റ്സ് നമ്പർ ആയിരിക്കും അഡ്രസ് ആയിട്ട് വരുന്നത്. This address is called MAC address. It means that a machine with an NIC can be identified uniquely through the MAC address of its NIC. അപ്പോൾ നെറ്റ്വർക്കിനകത്തുള്ള NIC കാർഡിന്റെ
നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഓരോ മെഷീനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, NIC കാർഡിനകത്തുള്ള നമ്പർ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതിനകത്ത് വരുന്ന ആദ്യത്തെ ഹാഫ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഹാഫ് M എന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫ്. അത് ഡിനോട്ട് ചെയ്യുന്നത് മാനുഫാക്ചറിങ് നമ്പർ ആയിരിക്കും. ഓക്കെ, അതുപോലെ അതിന്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് സീരിയൽ നമ്പർ ആണ്. ആദ്യത്തേത് മാനുഫാക്ചറിങ് നമ്പർ ആണ്, സെക്കൻഡ് S എന്ന് പറയുന്നത് സീരിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, മാക് അഡ്രസ്. മാക് അഡ്രസ്സിന്റെ ഫുൾ ഫോം എന്താണെന്ന് പഠിക്കുക. എന്തിനെയാണ് ഈ മാക് അഡ്രസ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് പഠിക്കുക. നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിനെ ഡിനോട്ട് ചെയ്യുന്ന അഡ്രസ് ആണ് മാക് അഡ്രസ്. ദെൻ സെക്കൻഡ് വൺ IP അഡ്രസ്. എന്താണ് ഈ IP അഡ്രസ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ് IP അഡ്രസ്. ഓക്കെ, ഓരോ നെറ്റ്വർക്കിനെയും ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ അഡ്രസ് ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ ഓരോന്നിലും IP അഡ്രസ് ഉണ്ടാകും. An IP address is a unique 4-part numeric address assigned to each node on a network. നെറ്റ്വർക്കിനകത്തുള്ള ഓരോ നോഡ്സിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പറിനെയാണ് IP അഡ്രസ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ അതിൽ 4 പാർട്ട് നമ്പർ ഉണ്ടാകും. ഇതേപോലെ 4 പാർട്ട് നമ്പേഴ്സ് ആയിരിക്കും. ഓരോ പാർട്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ മിഡിൽ ഡോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ 77.872.67.54 അല്ലെങ്കിൽ 148.78.250.12. ഇതാണ് IP അഡ്രസ്. ഇങ്ങനെ 4 നമ്പർ 4 പാർട്ടായിട്ടാണ് ഉണ്ടാവുക. An IP address is assigned to each machine by the network administrator or the ISP. IP അഡ്രസ് അസൈൻ ചെയ്യുന്നത് ഓരോ മെഷീനിലേക്കുള്ള IP അഡ്രസ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും അസൈൻ ചെയ്യുക. An IP address is a group of 4 bytes, each of which can be a number from 0 to 255. നമ്മുടെ ഓരോ മെഷീനകത്തും ഓരോ അഡ്രസ് ഉണ്ടാകും. ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സന്ദർശിക്കാനുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മൾക്ക് IP അഡ്രസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ IP അഡ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വേറൊരു വഴി എന്ന് പറയുന്നത് സ്റ്റാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? CMD എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ ഞാനിവിടെ CMD എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന വിൻഡോ ആണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതുപോലെ നിങ്ങളുടെ മെഷീനിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇവിടെ ipconfig എന്ന ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ipconfig/all എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഷീന്റെ അഡ്രസ് ഇതേപോലെ ഡിസ്പ്ലേ ചെയ്യിക്കും. കണ്ടോ, ഇവിടെ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നത് പോലെ ഓരോ IP അഡ്രസ്സും ഓരോ അഡ്രസ്സും എന്തൊക്കെയാണുള്ളത് അതൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് കാണിക്കും. അപ്പൊ നിങ്ങളും അത് പരീക്ഷിച്ച് നോക്കുക. ഇത്രയുമാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് വരുന്നത്. ഇനി പുതിയൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.